എന്തു പറ്റി ഡോക്ടർ? ചേച്ചിയുടെ മോള് വീട്ടിലേക്ക് പോയിരിക്കുക. അപ്പൊ നിങ്ങൾ എവിടെയാ പോയത്? ചായ കുടിക്കാനായി പുറത്തേക്ക് പോയതാ. പേഷ്യന്റിന്റെ കൂടെ തന്നെ ഇരിക്കേണ്ടതല്ലേ? ഇവരെ ആരോ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. ആരാ ആരാ ഡോക്ടർ എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയത്? ഈ മേഡം എപ്പോഴാ വന്നത്? വീണ്ടും എന്തിനാ വന്നത്? എന്റെ ചേച്ചിയെ കൊല്ലാൻ വേണ്ടിയാണോ വന്നത്? നീ കാരണമാ എന്റെ ചേച്ചി ഈ അവസ്ഥയിലായത്. എന്റെ ചേച്ചിയെ എനിക്ക് ജീവനോടെ തരില്ലേ? ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാ ചെയ്ത്? എക്സ്ക്യൂസ് മീ സാർ, ഇത് ICU ആണ്. ഇങ്ങനെ ഒച്ച വയ്ക്കാനൊന്നും പറ്റില്ല. വെളിയിലേക്ക് പോണം. സിസ്റ്റർ, ടേക്ക് കെയർ. പേഷ്യന്റ് കണ്ണ് തുറക്കുന്നത് വരെ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവണം. ഓക്കെ സർ. ഡോക്ടർ, മാഡത്തിനെ കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഐ എം സോറി അബ്രാം. ഈ നേഴ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. വെളിയിലൊരു സെക്യൂരിറ്റി കൂടി ഞാൻ വയ്ക്കുന്നുണ്ട്. ഇവർ ഡിസ്ചാർജ് ആകുന്നത് വരെ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. താങ്ക് യു ഡോക്ടർ. എന്തിനാ മാഡം നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ദൈവതുല്യമായ നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എത്രയും പെട്ടെന്ന് മാഡം കണ്ണു തുറക്കണം. ആരോഗ്യം വീണ്ടെടുക്കണം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ കാരണമാണ് മാഡത്തിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതെന്നോ? ആനന്ദിന് ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൊടുത്തത് ആരാ? 50 ലക്ഷം രൂപയുടെ ഫ്രോഡ് ചെയ്തത് ആരാ? മാഡത്തിനെ കൊല ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തത് ആരാ? ഇത്രയും പെട്ടെന്ന് തെളിവുകളോടെ ഞങ്ങൾ ആളെ കണ്ടുപിടിക്കും. ചീറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് തെളിഞ്ഞതല്ലേ? അറസ്റ്റ് ചെയ്തതുമല്ലേ? വീണ്ടും തെളിവ് കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇങ്ങോട്ട് നോക്ക്. ഇവള് സറണ്ടർ ആയതേ മാഡത്തിന് ഒരു റെസ്റ്റ് കിട്ടട്ടെന്ന് കരുതിയാ. പിന്നെ ഇവള് പുറത്തു വന്നത് യഥാർത്ഥ കുറ്റവാളികളെ അഴിയെണ്ണിപ്പിക്കാനാണ്. വെയിറ്റ് ആൻഡ് സീ മിസ്റ്റർ ചന്ദ്രശേഖർ. കുറ്റവാളി ആരാണെന്ന് കാണിച്ചുതരാം. മാഡം കണ്ണു തുറന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. ആനന്ദിനെ കള്ളക്കേസിൽ കുടുക്കിയ ദാമോദർ എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കും. ആ ദാമോദറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച ആ കുറ്റവാളിയെയും ഞങ്ങൾ കണ്ടുപിടിക്കും. അതുവരെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാതിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ബൈ ദ വേ, ആനന്ദിനി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കും. അവനെ കിട്ടിയ ഉടൻ തന്നെ യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവന്ന് സുമിത്ര മാഡത്തിന്റെ മുന്നിൽ നിർത്തും. മൈൻഡ് ഇറ്റ്. ബാബസു. ഇവരെന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും സംശയമുണ്ടായി കാണൂ? അപ്പോ ചേച്ചിയോടൊപ്പം ഇവരെയും ഇല്ലാതാക്കണം. അവളുടെ സ്റ്റൈല് കണ്ടില്ലേ? ഞാനിരിക്കേണ്ട സ്ഥലത്ത് അവൾ കയറിയിരിക്കുന്നത്. മൂത്തവരാണെന്നുള്ള ബഹുമാനം പോലും തരുന്നില്ല. അവക്കോ വിവരമില്ല. പക്ഷെ എന്റെ രാജയ്ക്ക് എന്ത് പറ്റി? എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ മാനേജരാക്കി വെച്ചിരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ ഇത് ഓഫീസായി പോയില്ലേ? എങ്കിലും ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്. കിളി വലയിൽ വീണു. അന്ന് നെക്ലസ് കൊടുത്ത് ഇംപ്രസ് ചെയ്തു. ഇന്ന് മാനേജർ പോസ്റ്റ് കൊടുത്ത് അവളെ എന്നിലേക്ക് അടുപ്പിച്ചു. ഇനി എത്രയും വേഗം പ്രപ്പോസ് ചെയ്ത് കാർത്തികേയനിക്ക് കല്യാണം കഴിക്കണം. ചേച്ചിയും ഇല്ലാതാക്കി കമ്പനിയും സ്വന്തമാക്കി നല്ല രീതിയിൽ ഞാൻ സെറ്റിലാവും. ഞാൻ കാരണം വസു എടുത്ത് ജയിലിലായി. എടുത്ത് എന്നെ രക്ഷപ്പെടുത്തിയതാ. അല്ലെങ്കിൽ ഇപ്പോ എന്റെ പേരും പുറത്തായി ആനന്ദിനെ പോലെ ആരും അറിയാതെ ഒളിവിൽ കഴിയേണ്ടി വന്നേനെ. എങ്ങനെ ആ ദാമോദരനെ കണ്ടുപിടിക്കണം? ആനന്ദിനെ വെളിയിൽ കൊണ്ടുവരികയും വേണം. അപ്പോഴേ എടുത്തി സേഫ് ആവൂ.
ഇയാളെന്താ ഇങ്ങനെ? എപ്പോൾ നോക്കിയാലും കാർത്തികയെ നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലെന്തോ ദുരുദ്ദേശം വച്ചുകൊണ്ട് തന്നെയാ കാർത്തിക ഇയാൾ മാനേജറായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കാര്യം ഈ ഭ്രാന്തിക്കോട്ട് മനസ്സിലാവുന്നുമില്ല. മാഡം, യെസ്, ഈ ഇവന്റ് ഫയലൊന്ന് നോക്കാവോ? അവിടെ വെച്ചിട്ട് പൊയ്ക്കോ, ഞാൻ പിന്നെ നോക്കാം. അർജന്റാണ് മാഡം. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, എന്താ ചെയ്യാ? ഈ ഫയലൊന്ന് എനിക്ക് സ്റ്റഡി ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. യു കെൻ ഗോ. ഓക്കെ മാഡം. മാം, വീണ്ടും വന്നോ? പിന്നീട് വരാനല്ലേ പറഞ്ഞേ? അവിടെയല്ല മാഡം, ദാ ഇവിടെയാ. വന്നതാരാണെന്ന് തല തിരിച്ച് നോക്ക്. വാട്ട് മിസ്റ്റർ അഖിൽ, എന്താ വേണ്ടത്? എന്താടി അഹങ്കാരമാ? ഇത് ഓഫീസാണ് അഖിൽ, ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ? വാ അടച്ചു വെച്ചിട്ട് ആ ചെയറിൽ നിന്ന് എഴുന്നിട്ട് പുറത്തേക്ക് വാടി. ഞാൻ വരില്ല. എനിക്ക് ഈ പോസ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ വാക്ക് നീ കേൾക്കില്ലേ? സോറി. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാ, ഈ ചെയറിൽ നിന്ന് പുറത്തേക്ക് വാ. എന്താകിൽ എനി പ്രോബ്ലം? നത്തിങ് സാർ. മാഡത്തിനോട് എന്താ വഴക്കിടുന്നത്? വഴക്കൊന്നുമില്ല സാർ. ഒരു ഡൗട്ട് ചോദിക്കുകയായിരുന്നു, ഞാനത് ക്ലാരിഫൈ ചെയ്തു. നിന്റെ സംശയമൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. മാഡത്തെ ശല്യം ചെയ്യരുത്. ചെല്ലേ. ഓഫീസിൽ ആര് ശല്യം ചെയ്താലും എന്നോട് പറയണം കാർത്തികേ, ഞാൻ നോക്കിക്കൊള്ളാം. ശരി സാർ. സാറെന്ന് എന്തിനാ വിളിക്കുന്നേ? ചന്ദ്രശേഖർ എന്ന് വിളിക്കൂ. സാറ് വലിയ ആളല്ലേ, ഞാൻ എങ്ങനെ പേര് വിളിക്കും? ഞാൻ ചെയർമാൻ, നീ മാനേജർ എന്ന ഫീലിങ്സ് ഒന്നും നിനക്ക് വേണ്ട. നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. ആഹാ, അങ്ങനെയല്ല സാർ. സാറിന് എന്നെക്കാളും പ്രായം കൂടുതലല്ലേ? ഏയ് ചേച്ചേ, എനിക്ക് അത്രയ്ക്കൊന്നും പ്രായമായിട്ടില്ല. കാണുമ്പോ അങ്ങനെ തോന്നുന്നതാ. ഓ, ഉം. അഖിലിന് ടെൻഷൻ കൂടുന്നുണ്ട്. കൂടട്ടെ. എത്രത്തോളം ടെൻഷൻ കൂടുന്നോ അത്രത്തോളം കാർത്തികയുടെ കാര്യത്തിലൊരു തീരുമാനാകും. മോളെ വസു, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ജാമ്യം കിട്ടിയല്ലേ മോളെ? കണ്ടീഷൻ ബെയിലാ കിട്ടിയത് ഭാസ്കരേട്ടാ. ഹോസ്പിറ്റലിൽ പോയി മാഡത്തിനെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. മാഡത്തിന് ഇപ്പം എങ്ങനെയുണ്ട് മോളെ? മാഡം ഇനിയും കണ്ണു തുറന്നിട്ടില്ല ഏട്ടാ. സമയമെടുക്കുമെന്നാണ് പറയുന്നത്. മാഡം തിരികെ വരുന്നതുവരെ ഓഫീസിലെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓഫീസ് ഇപ്പം നമ്മുടെ കയ്യിലല്ല ബി. എല്ലാം ചന്ദ്രശേഖരൻ്റെ ഇഷ്ടം പോലെയാണ് നടക്കുന്നത്. കാർത്തികയെ മാനേജരാക്കിയിരിക്കുക. ഇപ്പം നിങ്ങളകത്തേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. അതെങ്ങനെ എല്ലാം ചന്ദ്രശേഖരന്റെ ഇഷ്ടത്തിന് നടത്താൻ പറ്റും? രണ്ടിലൊന്ന് അറിയാനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. വാ ഏട്ടാ. വസുവിന് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടിയോ? ഈ പോലീസുകാർക്ക് ഒരു വിവരവുമില്ല.
അയ്യോ വസുവേട്ടത്തി വന്നല്ലോ. എന്റെ മാനേജർ പോസ്റ്റ് പോവോ? എന്താ മുൻ മാനേജർ മാഡം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? മുൻ മാനേജർ എന്ന് പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ മാഡം? എന്താ മുൻ സെക്യൂരിറ്റി സാർ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളൊന്നും പറഞ്ഞില്ലേ? എന്നോട് ഏട്ടൻ എന്തിനെല്ലാം പറയണം? ഇന്നലെയാണ് നിങ്ങളെ മാനേജർ പോസ്റ്റിൽ നിന്ന് പുറത്താക്കിയത്. എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങളാരാ? ഈ കമ്പനിയുടെ താൽക്കാലിക ചെയർമാൻ. ആ പോസ്റ്റ് നിങ്ങൾക്കാരാ തന്നത്? ഇതെന്റെ ചേട്ടന്റെ കമ്പനിയാ. അദ്ദേഹം മരണപ്പെട്ട ശേഷം എന്റെ ചേച്ചി ചെയർമാനായി. എന്റെ ചേച്ചി അസുഖമായി ആശുപത്രിയിലായതുകൊണ്ട് ഞാനിപ്പോ താൽക്കാലിക ചെയർമാനായി ചാർജ് എടുത്തു. മാഡത്തിന്റെ ആരോഗ്യം ശരിയല്ലാത്തത് കൊണ്ട് അവരുടെ അവകാശം ആനന്ദിനോ വൈഷ്ണവനോ ആണ് ആ താൽക്കാലിക സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുക. നിങ്ങൾക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും? അവർ കൊച്ചുകുട്ടികളല്ലേ. എന്റെ ചേച്ചി കഴിഞ്ഞാൽ അവരുടെ ഗാർഡിയൻ ഞാനല്ലേ. മാഡം ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് ചന്ദ്രശേഖർ. നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും അങ്ങനെ പോസ്റ്റിംഗ് മാറ്റാൻ പറ്റില്ല. ഇതെന്റെ കമ്പനി, എന്റെ ഇഷ്ടം. അത് ചോദിക്കാൻ നിങ്ങളാരാ? അതുമാത്രമല്ല, നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ റിസൈൻ ചെയ്യുകയാണെന്ന്. വീണ്ടും എന്തിനാ വന്നേ? മാഡത്തിന് വേണ്ടിയാ വന്നിരിക്കുന്നെ. ആ മാഡത്തിനെയും നിങ്ങൾ വഞ്ചിച്ചിരിക്കുക. ഫേക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് മാഡത്തിന്റെ സിഗ്നേച്ചർ ഫോർജറി ചെയ്ത് 50 ലക്ഷം തട്ടിയെടുത്തിരിക്കുന്നു. അങ്ങനെയാണെന്ന് സമ്മതിച്ച് നിങ്ങൾ അറസ്റ്റിലുമായിട്ടുണ്ട്. ഇതേ നോക്ക്, അതൊക്കെ മാഡത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാ വസുന്ധര അങ്ങനെ ചെയ്തേ. അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മണ്ടനൊന്നുമല്ല. നിങ്ങൾ ഫ്രോഡ് ചെയ്തിരിക്കുന്നു. പിടിപെടുമോ എന്ന ഭയത്തിൽ നിങ്ങൾ സ്വയം സറണ്ടറായി. മാഡത്തിന് ചതിക്കേണ്ട ആവശ്യമോ ഉദ്ദേശമോ ഒന്നും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ആവശ്യം, ഉദ്ദേശം ഇതൊന്നും എനിക്കറിയണ്ട. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റില്ല. നിങ്ങളെപ്പോലുള്ള ഫ്രോഡുകൾക്കും ചീറ്റ് ചെയ്യുന്നവർക്കും ഇവിടെ പ്ലേസ് ഇല്ല. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. നേരത്തെ ഞാൻ പറഞ്ഞതാ, വീണ്ടും ഞാൻ പറയുന്നു. മാഡത്തിനോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് വസുന്ധര കുറ്റം സ്വയം ഏറ്റെടുത്തത്. സുമിത്ര മാഡത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ റിസ്ക് എടുത്തിരിക്കുക. ഇനി ഒരു തവണ കൂടി വസുന്ധര ഫ്രോഡാണ്, ചീറ്റാണെന്നൊക്കെ പറഞ്ഞാൽ കൊന്നുകളയടാ പന്നി. ഈ ദേഷ്യമാണ്, ഈ അഹങ്കാരമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജോലി പോകാൻ കാരണം. ഞങ്ങളുടേത് അഹങ്കാരമല്ല, ന്യായമാണ്. ആനന്ദിനെ കണ്ടെത്തിയ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ആനന്ദിനെ ചതിച്ച ആ ക്രിമിനൽസിനെ ഞങ്ങൾ കണ്ടുപിടിക്കും. അതാരായിരുന്നാലും ശരി, ശിക്ഷ വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഓഫീസിലേക്ക് വരൂ. അതുവരെ എന്റെ കണ്ണിൽ നിങ്ങൾ കുറ്റവാളികളാ. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിച്ചതിന് ശേഷമേ ഓഫീസിലേക്ക് വരൂ. ഞങ്ങളുടെ അടുത്ത് നിന്ന് ആ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വരൂ ഏട്ടാ. ഇതുവരെ ഞങ്ങൾക്ക് സംശയം മാത്രമേ ഉള്ളൂ. അത് സത്യമാണെന്നെങ്ങാനും അറിഞ്ഞാൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്റെ ശരിക്കുള്ള ദേഷ്യം എങ്ങനെയാണെന്ന്. വാ വസുന്ധര. എന്റെ ദൈവമേ, എന്റെ പോസ്റ്റ് സേഫായി. എന്നെ മാറ്റി നിർത്തിയിട്ട് അവളെ മാനേജരാക്കി. എന്റെ രാജിക്ക് ഈ അപമാനമൊക്കെ ആവശ്യം. ഇവർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം.
ചേച്ചിയെ കൊന്ന ശേഷം ഇവരുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാം. എന്ത് പറ്റിയേട്ടാ? ആനന്ദ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. വീണ്ടും ആ ഫോൺ ഓൺ ചെയ്താൽ മാത്രമേ ട്രേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വസു, എന്താ ചേച്ചി? നടന്ന കാര്യങ്ങളൊക്കെ ഏട്ടൻ എന്നോട് പറഞ്ഞു. സുമിത്ര മാഡത്തിന് വേണ്ടി ചെയ്യാത്ത കുറ്റം നീ എന്തിനാ ഏറ്റെടുത്തത്? നീ എന്തിനാ സറണ്ടറായി സ്റ്റേഷനിലേക്ക് പോകുന്നത്? ഇത്രയും വലിയ കേസിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? തെറ്റ് ചെയ്തവനെ കിട്ടിയാൽ മാത്രമേ വസുന്ധരയ്ക്ക് ഈ കേസിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. അവരെത്രയോ കുടുംബത്തെ സഹായിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ കാവ്യയ്ക്ക് ആഭരണങ്ങൾ വാങ്ങാൻ കാശ് തന്ന് സഹായിച്ചതും സുമിത്രാദേവി മാഡമാണ് എടുത്തി. ഞങ്ങൾ ആധാരം പടയം വെച്ച് കാശ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോ കാവ്യ നിങ്ങളുടെ മാത്രം മകളല്ല, ഞങ്ങളുടെയും കൂടെ മകളാ. അന്ന് അഭി ചെയ്ത കാര്യം കൊണ്ട് അവന്റെ ആരോഗ്യം ഇല്ലാതായി. ഇപ്പോ നീ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് ഓഫീസിൽ നിനക്ക് ചീത്തപ്പേര് കിട്ടി, നിന്റെ ജോലിയും പോയി. ഇപ്പൊ യഥാർത്ഥ കുറ്റവാളിയെ കിട്ടിയില്ലെങ്കിൽ നിനക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. വസു എടുത്തേക്ക് ശിക്ഷ കിട്ടില്ല എടുത്തി. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ തന്നെ അക്കാര്യം എന്നെ തടയാൻ നിൽക്കണ്ട എടുത്തി. സത്യം എന്താണെന്ന് ഇവിടെ എല്ലാവരും അറിയണം. ഇപ്പൊ സത്യം പറയാനുള്ള സമയം ഇതല്ല അഖിൽ. യഥാർത്ഥ കുറ്റവാളികളെ ഉടനെ കണ്ടെത്തണം. അതുവരെ നീ ഒന്നും മിണ്ടാതിരിക്കും. ഈ കേസില് അഖിലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ വസു? ഇവന്റെ ഇൻവോൾവ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇതില്? ഇല്ല ഏട്ടാ, ഇതില് അഖിലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ അഖിലെന്തോ കാര്യം പറയാനായിട്ട് വന്നല്ലോ. എല്ലാ സത്യങ്ങളും കുറ്റവാളികൾ സമ്മതിച്ചു തരൂ ചേച്ചി. അഖിലിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല.
സത്യമായിട്ടും ഈ കാര്യത്തിൽ എന്റെ ഭർത്താവിന് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട. എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഖില് തെറ്റ് ചെയ്തിട്ടില്ല, ഓക്കെ. പക്ഷെ നീ എന്താ ചെയ്തത്? വസുവിന്റെ സ്ഥാനത്ത് നീ എങ്ങനെ മാനേജറാകും? ഞാനൊന്നും വസുവേടത്തിയുടെ മാനേജർ പോസ്റ്റ് തട്ടിയെടുത്തിട്ടില്ല. ചന്ദ്രശേഖരൻ സാറാണ് വസുവേടത്തിയെ പുറത്താക്കിയത്. അതുകൊണ്ട് ആ പോസ്റ്റ് എനിക്ക് കിട്ടിയത്.